ഇല്ലെങ്കിൽ തന്നെ ഒരാള് പറഞ്ഞു കേട്ട സംശയം അത് ചോദിക്കാം. ചോദിച്ചതുകൊണ്ട് ഒരാൾ മുജാഹിദാണെന്നോ ജമാഅത്താണെന്നോ ആരും വിലയിരുത്തുകയുമില്ല. അതൊന്നുമില്ല, സ്വതന്ത്രമായി ചോദിക്കാം. ഇത്ര ചോദ്യമൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, മനസ്സിലാവോളം ചോദിക്കുക എന്നതാണ്. അപ്പൊ അതാണ് രണ്ടാമതായി നമുക്ക് പറയാം. മൂന്നാമതായി പറയുന്നു, ചോദ്യത്തിന്റെ ശൈലി അനുസരിച്ച് ഇൻഷാ അല്ലാഹ് മറുപടിയുടെ ശൈലിയും പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ല, അത് നമ്മൾ അടിവരയിട്ട് പറയുകയാണ്. നമ്മുടെ ഈ ലക്ഷ്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നന്നാവണം, മനസ്സിലാവണം എന്ന രൂപത്തിൽ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് അതേ രൂപത്തിൽ പ്രാമാണികമായി മറുപടി പറയും. ഇനി സ്റ്റേജിലുള്ളവരെ പരാജയപ്പെടുത്തണമെന്നാണ് ലക്ഷ്യമെങ്കിൽ തിരിച്ചും അത് പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ചോദ്യകർത്താക്കളെ ചോദ്യത്തിനു വേണ്ടി ക്ഷണിച്ചുകൊണ്ട് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി നമ്മുടെ പരിപാടിയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ശ്രോതാക്കളായ നമുക്കും ഉപകാരപ്പെടുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ പരിപാടിയെ മാറ്റിത്തരുന്നതിന് വേണ്ടി നമ്മുടെ ഈ സദസ്സിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മാന്യ സഹോദരങ്ങളെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടുള്ള നിരവധി പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. എന്നാൽ മരണപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു മഹാത്മാവിനെ വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കാമോ? അപ്പോ നമ്മുടെ സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കേരളത്തിലെ മുജാഹിദുകൾ ഒരുപാട് കാലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ മറുപടി പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നടത്തുന്ന ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥന അതൊരിക്കലും അല്ലാഹു അല്ലാത്തവരോട് ഉണ്ടാവുകയില്ല. ഖുർആനിൽ അങ്ങനെ ഇല്ല എന്നാണ് അതിന്റെ മറുപടി. ഇതിനല്ലേ മുജാഹിദും സുന്നിയുള്ള അഭിപ്രായ വ്യത്യാസം? അല്ല, അത് മൈക്കോടത്തോട് പറയാം. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് മുജാഹിദ് സുന്നി പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം. ഈ പ്രശ്നത്തിൽ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ കാണാനുണ്ട്. പക്ഷെ ഒരൊറ്റ പ്രാർത്ഥന പോലും അള്ളാഹുവിൻ്റെ മരണപ്പെട്ടു പോയ പുണ്യാത്മാക്കളെ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് പരിശുദ്ധ ഖുർആനിൽ ഇല്ല എന്ന് നമ്മൾ മുസ്ലിയാർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. മുജാഹിദ് സുന്നി പ്രസ്ഥാനം തമ്മിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് അദ്വാഉൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ആരാധനയുടെ മജ്ജയാണ് പ്രാർത്ഥന എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കപ്പെട്ട ഈ ആശയത്തിന് മാതൃശത്തിന് വിപരീതമായിക്കൊണ്ടാണ് ഈ സുന്നി പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. മൊയ്ലാര് പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആനിൽ ഇന്നേ വരെ എന്തായിട്ടില്ല, ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അള്ളാഹു അല്ലാത്ത പുണ്യാത്മാക്കളെ വിളിച്ചിട്ട് ഒരൊറ്റ പ്രാർത്ഥന പോലും പരിശുദ്ധ ഖുർആനിൽ ഇല്ല. സുഹൃത്തുക്കളെ, എന്റെ സുഹൃത്ത് ഇവിടെ ശ്രദ്ധിക്കണം. ഞാൻ വളരെ നന്നായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ പറയുന്നത്. അതായത് ഇവിടെ മുജാഹിദുകൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന ഉത്തരം നന്നായി നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഇവിടെ പരിഹരിക്കാൻ പോവാണ് തീർച്ചയായും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇത്ര കാലമായി ഇതൊരു വലിയ ആരോപണം. എന്തെന്ന് പറഞ്ഞാൽ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് നമ്മോട് അവർ ചോദിക്കും. സത്യത്തിൽ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന അള്ളാഹുവോട് പറ്റൂ എന്ന് ഒരു 10,000 തവണ പറയുന്നവരാണ് നമ്മൾ. എന്നിട്ട് നമ്മുടെ പേരിലാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സത്യത്തിൽ അത് നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുക. ഞാനത് വളരെ പെട്ടെന്ന് വ്യക്തമാക്കി. എന്റെ സുഹൃത്ത് ഇപ്പൊ പറഞ്ഞല്ലോ, അംബിയ, ഈ ചോദ്യം തന്നെ ഞാൻ എടുക്കുകയാണ്. ഏത് ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണേ. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹുവിന്റെ അംബിയാക്കളുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ? ഉണ്ട്. ഈ പ്രാർത്ഥന ഏതെങ്കിലും അള്ളാഹു അല്ലാത്തവരോടുണ്ടല്ലോ എന്ന് ചോദിച്ചല്ലോ. നിങ്ങളുടെ ആ ചോദ്യത്തിൽ പറഞ്ഞ പ്രാർത്ഥന ഏത് അർത്ഥത്തിലുള്ള പ്രാർത്ഥനയാണ്? ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥനയാണോ, അതോ ഒരു ഭാഷാർത്ഥത്തിലുള്ള പ്രാർത്ഥനയാണോ? അത് എന്റെ സുഹൃത്തൊന്ന് വിശദീകരിച്ചാൽ കാര്യം വ്യക്തമാവും. അതാണ് തർക്കത്തിൽ ഇപ്പോൾ വിഷയം വ്യക്തമാകുമ്പോൾ അത് നിങ്ങളൊന്ന് പറയും. സഹോദരങ്ങളെ, ഇസ്ലാമിൽ പരിശുദ്ധ ഖുർആനിൽ പ്രാർത്ഥന എന്താണ് എന്നുള്ളത്, ആരാധന എന്താണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാത്ത ആൾക്കാരല്ല നമ്മളൊന്നും. ഇവര് ഇത് പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എന്താണ് പ്രാർത്ഥന എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്വാഉൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ആരാധനയുടെ മധ്യയാണ് പ്രാർത്ഥന. മുസ്ലിയാരെ ഒരു മിനിറ്റ് ഞാൻ സംസാരിച്ചോളൂ. ഒന്നുമില്ല, നമ്മൾ വലിയ സംസാരിച്ചോളൂ, സംഭവിക്കാൻ പോകുന്നില്ല. ഇല്ല, അതന്നെ പറയുന്നു. നമ്മുടെ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി നിങ്ങൾ ആവശ്യമില്ലാത്ത
സംസാരങ്ങളോട് പറഞ്ഞോളൂ. അപ്പം ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രാർത്ഥന ഞാൻ പറഞ്ഞു, വീണ്ടും മൂന്നാമത്തെ തവണയാണ് ഇത് ആവർത്തിക്കുന്നത്. അദ്വാഉൽ ഇബാദ, അത് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അല്ലെ. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന, ആരാധനയുടെ മജ്ജയാണ് പ്രാർത്ഥന എന്ന് പഠിപ്പിച്ചു. അപ്പൊ കാല റബ്ബുക്കും ഉദ്ഹൂനി ഇസ്തജിബ് ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാം. എന്താണ് പ്രാർത്ഥന എന്നാണ് മുസ്ലിയാർ അടുത്തതായിട്ട് എന്നോട് ചോദിച്ചത്. അതിന്റെ ഏത് തലത്തിലാണോ, ഏത് സാങ്കേതികമാണ് പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കിയത് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിയാർ എന്നോട് ചോദിച്ചു. അപ്പൊ പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കാര്യാകാരണ ബന്ധങ്ങൾക്ക് അതീതമായിക്കൊണ്ട് അഭൗതികമായ അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏതെങ്കിലും ഒരു സൃഷ്ടിയെ വിളിച്ചുകൊണ്ട് മുഹിദ്ദീൻ ശൈഖെ കാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ശിർക്കാവുക എന്നുള്ളതുമാണ് ഉസ്താദിന്റെ ചോദ്യത്തിന്റെ യഥാർത്ഥ വശം. എന്നാൽ അതിനുള്ള ആൻസർ ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ തന്നെ പറഞ്ഞുതരാം. നിങ്ങൾ എന്റെ പ്രിയ സഹോദരങ്ങൾ, കുട്ടാങ്കലം, മാണ്ടാട് പ്രദേശങ്ങളെല്ലാം ഇതൊന്നും വളരെ പ്രധാനത്തോടു കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. അപ്പം ചോദ്യമല്ല പറയുന്നത്, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ മാത്രമാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗുണവിശേഷങ്ങൾ, അല്ലാഹുവിന്റെ റുബൂഹിയത്തും ഉലൂഹിയത്തും അസ്മാഉ സിഫാത്തും, അതുകൊണ്ട് അല്ലാഹുവിന്റെ അസ്മാഉ സിഫാത്തിൽ സമീഹ് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. എല്ലാം കേൾക്കുന്നതും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ച നമ്പുരാനല്ലാതെ മറ്റാരുമില്ല. എല്ലാം കാണുന്നവന് ബസീർ, എല്ലാം കാണുന്നവന് സമീഹ്, എല്ലാം കേൾക്കുന്നവന്. അപ്പം ഈ വിധ ഗുണവിശേഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏതെങ്കിലും സൃഷ്ടികൾക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ടോ? അതായത് മുഹിദ്ദീൻ ശൈഖേക്കാക്കി എന്ന് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ മുഹിദ്ദീൻ ശൈഖ് കാര്യാകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ്. എന്റെ അടുത്തത് ഇദ്ദേഹം ഈ വ്യക്തിന്റെ ഇവിടെ ഈ പ്രദേശവാസികളുണ്ട്, ഇവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്ത കഴിവിന് അപ്പുറത്തുള്ള കഴിവാണ് ഞാൻ മൊയ്തീൻ ശൈഖിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ മൊയ്തീൻ ശൈഖ് ഇവിടെ ഉണ്ട്, മൊയ്തീൻ ശൈഖെ കാക്കുന്ന ഞാൻ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്ത കഴിവാണ്. ഇത് നിശ്ചയിച്ചു കൊടുത്ത കഴിവിന് അപ്പുറത്താണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അപ്പൊ എന്താ ഈ സമീഹായി എല്ലാം കേൾക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് പരിശുദ്ധ ഖുർആനിനെ കൊണ്ട് അല്ലാഹുവിന്റെ അസ്മാഉ സിഫാത്തിനെ കൊണ്ട് പഠിപ്പിക്കുമ്പോൾ, എല്ലാം കാണുന്നവനും പടച്ച റബ്ബാണെന്ന് പഠിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഗുണവിശേഷങ്ങളാണ് മൊയ്തീൻ ശൈഖിന് വെച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെച്ചു കൊടുക്കുന്നത്. ഈ അർത്ഥത്തിലാണ് ദുആ ഞങ്ങൾ മനസ്സിലാക്കിയത്. ഇനി പറയും, ഇവിടെ നിങ്ങൾ കുറെ പ്രസംഗിച്ചു എന്നല്ലാതെ ഇതിന്റെ നിർവചനം നമുക്ക് കിട്ടിയിട്ടില്ല. ഞാനേ വളരെ കൃത്യമായി ഇവിടെ വിഷയം തീരാൻ പോകും. നിങ്ങൾ ഒറ്റ മിനിറ്റ് പ്രസംഗിക്കാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അവസരം തരും. അത് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോ വിഷയം തീരുമാനമാകാൻ പോകും. അതായത് ഈ ഒരു തെറ്റിദ്ധാരണ ഒരുപാട് കാലമായി നമ്മുടെ സമുദായത്തിൽ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ് സുന്നികൾ എന്ന് വരുത്തി തീർത്ത് അവരെ മുശ്രിക്കാക്കാൻ, സത്യത്തിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇസ്ലാമിന്റെ ഭാഷയിൽ ഒരു സാങ്കേതികമായ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന